നമസ്കാരം. കേറ്ററ്റിൻ്റെ 15ാമത്തെ സെഷനിലേക്കാണ് കടക്കുന്നത്. 10 ചോദ്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. കുറേ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രയാങ്കുലർ ഗ്രിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനകത്ത്. ഓരോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 4 cm² ആണ്. അതിലൊരു ഭാഗം ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരു ഭാഗം ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കാണാം. ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് ഒരു ട്രപ്പീസിയമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ട്രപ്പീസിയമാണ് കാണുന്നത്. നമുക്ക് ആ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് കണക്കാക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 4 cm² ആണ്. അപ്പോൾ നമുക്ക് ആ ഹൈറ്റുകളൊന്ന് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇവിടെ 1 കണ്ട, ഇവിടെ 1 2 3 4 5, ഇവിടെ ഒരു 6 ഉണ്ട്, 7 8 9 ഹൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുമ്പോൾ ½ H/A+B എന്ന ഫോർമുലയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എയും ബിയും കൂടി കൂട്ടിയതാണ് ഈ 9 ഹൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ½ H എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 1 2 2.5, അതായത് 5/2 സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻറ്റു H ഈസ് 9H. അപ്പം ഇവിടെ 45 AH/4 എന്നായി. ദാറ്റ് ഈസ് 45/2 ഇൻറ്റു ½ AH. ഈ ½ AH എന്ന് പറയുന്നതാണ് 4. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണല്ലോ അത്. അപ്പോൾ 45 ഇൻറ്റു 45/2 ഇൻറ്റു 4, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 90 ആക്കാനായിട്ട് സാധിക്കും. 90 cm² ആണ് ആ ഷെയ്ഡ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. ഇത് പ്രത്യേക കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് മനസ്സിൽ കാണാൻ സാധ്യമല്ലെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു ടൈലിംഗ് പാറ്റേൺ ആണ് ശരിക്കും. ആദ്യത്തേൽ ഒരു ബ്ലാക്ക് സ്ക്വയർ, അടുത്തതിൽ 1 2 3 4 ബ്ലാക്ക് സ്ക്വയർ ഉണ്ട്, 1 2 3 5 ബ്ലാക്ക് സ്ക്വയർ ഉണ്ട്, 4 വൈറ്റും ഉണ്ട്. 5 ബ്ലാക്ക് ഉണ്ട്, 4 വൈറ്റ് ഉണ്ട്. അടുത്തതിലാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 ബ്ലാക്ക് ഉണ്ട്, 12 വൈറ്റ് ഉണ്ട്. ബ്ലാക്കിനേക്കാൾ 1 കുറവാണ് വൈറ്റ്. ഇതിങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ച ആദ്യം കാണുക. പിന്നെ ആദ്യത്തേൽ ഒരു 1, അടുത്തതിൽ 1 2 3 4 5 6 7 9 ഉണ്ട്. അപ്പോൾ ഇവിടെ 1, ഇത് 9, 3 സ്ക്വയർ ഉണ്ടോ. ഫസ്റ്റ് 1 ഈസ് 1 സ്ക്വയർ, അടുത്തതിൽ ടോട്ടൽ പീസസ് 3 സ്ക്വയർ, അടുത്തതിൽ 25 ആണ് 5 സ്ക്വയർ. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ 15th ആകുമ്പോഴേക്കും 15th ഓഡ് നമ്പർ ഈസ് 29. അപ്പോൾ അതിലുള്ള ടൈൽസിൻ്റെ എണ്ണം 29 സ്ക്വയർ ആണ്. ഈ 29 സ്ക്വയറിനെ നമ്മളൊന്ന് പകുതിയാക്കി കഴിഞ്ഞാൽ 29 സ്ക്വയർ ഈസ് 841. ഇതിനകത്താണ് ഈ ബ്ലാക്കും വൈറ്റും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 420 421
എന്ന് പറയുമ്പോൾ ഇത്രയും വൈറ്റും ഇത്രയും ബ്ലാക്കുമാണുള്ളത്. 421 ബ്ലാക്കാണുള്ളതെന്ന് മനസ്സിലാക്കാം. ആ 2 തരത്തിലുള്ള പാറ്റേൺ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ മതി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇത് റെക്ടാങ്കുലർ ഗാർഡൻ സറൗണ്ടഡ് ബൈ എ പാത്ത് ഓഫ് കോൺസ്റ്റന്റ് വിഡ്ത്ത്. ഓക്കെ, the perimeter of the garden is 24, shorter than the distance along the outer edge of the path. Distance along the outer edge of the path. ആ വാക്കാണ്, ആ സെൻറ്റൻസാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് അറൗണ്ട് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ പാത്ത് മീൻസ് ഔട്ടർ സ്ക്വയറിൻ്റെ പെരിമീറ്റർ, അതായത് പാത്ത് ഉൾപ്പെടെയുള്ള ഗാർഡൻ്റെ പെരിമീറ്റർ. ഗാർഡൻ്റെ മാത്രം പെരിമീറ്റർ 24 ആണ്. നമുക്ക് വേണ്ടത് വിഡ്ത്ത് ഓഫ് ദ പാത്താണ്. അപ്പോൾ ഗാർഡൻ്റെ ലെങ്ത്ത് എല്ലും ഇത് ബിയും ആണെങ്കിൽ L+2x പ്ലസ്, അപ്പോൾ അതായത് പാത്തിൻ്റെ നീളം, ഈ ഗ്യാപ്പ് എക്സ് ആണെന്ന് കഴിഞ്ഞാൽ B+2x അതിൻ്റെ 2 ടൈംസ് ആണ് ഈ പറയുന്ന 2 ടൈംസ് ആണ് അതിൻ്റെ പെരിമീറ്റർ. ആ പെരിമീറ്ററിൽ നിന്നും 2 ടൈംസ് L+B സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ പെരിമീറ്ററിൻ്റെ ആ വ്യത്യാസം നമുക്ക് കിട്ടും. ആ വ്യത്യാസം കിട്ടുന്നത് 8x ആണല്ലോ. ബാക്കിയൊക്കെ ക്യാൻസൽ ആകും. എല്ലും ബിയും 2L 2Bയും മുകളിൽ നിന്നും ഇവിടെ നിന്നും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 8x is equal to 24 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. 2L - 2L 2B - 2B, ബാക്കി ഇവിടെ 8x ആണുള്ളത്. therefore x is equal to 3. നമുക്ക് കൃത്യമായിട്ട് 3 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഹൗ മെനി 3-digit നമ്പേഴ്സ് ഹാവ് ആൻ ഓഡ് നമ്പർ ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആകുന്ന എത്ര 3-digit നമ്പർ ഉണ്ടാകുന്നു? ഫാക്ടേഴ്സിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആകണമെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. 1ൻ്റെ ഫാക്ടർ 1 മാത്രമാണ്. ഇപ്പം 4ൻ്റെ ആകുമ്പോഴേക്കും 1ഉം 2ഉം 4ഉം കിട്ടി, ഓഡ് നമ്പർ ഫാക്ടറാണ്. 9 ആകുമ്പോൾ 1 3 9 കണ്ടോ, ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പോൾ 16 ആകുമ്പോഴേക്കും 1 4 8 16 കണ്ടോ, 1 2 4 8 16 5 പോയി. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ എത്ര ഹൗ മെനി 3-digit നമ്പേഴ്സ് ഹാവ് ആൻ ഓഡ് നമ്പർ ഫാക്ടേഴ്സ്? ആകെ എത്ര 3-digit പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്? 31 3-digit പെർഫെക്റ്റ് സ്ക്വയർ ആണുള്ളത്. അപ്പോൾ 31 square is 961. It is the largest 3-digit perfect square. അപ്പോൾ 31 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 1000-ന് താഴെ 31 എണ്ണമുണ്ട്. ഓക്കെ, 1000 എന്ന് പറയുന്ന 4-digit നമ്പർ ആണല്ലോ ആദ്യത്തത്. അതിന് താഴെ 31 പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. അതിൽ 9 എണ്ണം, അതായത് 81 വരെയുള്ളത് 2-digitഉം 1-digitഉം ആയിട്ട് മാറും. അപ്പോൾ ഈ 31-ൽ നിന്ന് 9 കുറച്ചാൽ കിട്ടുന്ന 22 ആണ് നമ്പർ ഓഫ് 2-digit ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് numbers 3-digit numbers having odd number of factors എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇവിടെ x/a + y/b = 1 is a line. അതിൻ്റെ ആ ലൈനിൻ്റെ പ്രത്യേകത നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു ലൈനാണത്. ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ദ ലൈൻ. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് x/a + y/b = 1. ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഈ പോയിന്റ് എന്താണ്? കട്ട് ചെയ്യുന്ന പോയിന്റ് A0 ആൻഡ് ദിസ് ഇസ് 0B ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ മിഡ് പോയിന്റ് ഏതായിരിക്കും? മിഡ് പോയിന്റ് a+0/2, that is a/2, b+0+b/2, that is b/2. അതാണ് മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് ഈ ലൈനിലെ ഒരു പോയിന്റാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണല്ലോ, x/a + y/b = 1, x/a + y/b = 1. അതാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ a/2 b/2 ആണ്. ആ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള അതിൻ്റെ പാർട്ട് ഓഫ് ദ ലൈൻ, അതിൻ്റെ മിഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം a = മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് അതിൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ എക്സിന് പകരം നമുക്ക് a/x = ഇത് x1 y1 ആണെന്ന് തന്നിട്ടുണ്ടെന്നേ. അതിൻ്റെ അർത്ഥം x1 എന്ന് പറയുന്നത് a/2ഉം y1 എന്ന് പറയുന്നത് b/2ഉം ആണെങ്കിൽ ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്ക് പകരം 2x1, ബിക്ക് പകരം 2y1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? x/2x1, x/2x1, ഇങ്ങനെ എഴുതാലോ, x/2x1 + y/2x2 = 1 എന്ന് എഴുതി 2 അപ്പുറത്തേക്ക് എടുത്താൽ നമുക്ക് x/x1 + y/y1 = 2 എന്ന ഇക്വേഷനിലേക്ക് ഇതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. x/x1 + y/y1 = 2 എന്നെത്താനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ പ്രോഡക്റ്റ് ഓഫ് 100 പ്രൈം നമ്പേഴ്സ് ഈസ് ഡിവൈഡഡ് ബൈ 4? 100 പ്രൈം നമ്പേഴ്സിന് ഫസ്റ്റ് 100 ആദ്യത്തെ എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ 100 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര കിട്ടുമെന്ന്. ഈ 100 പ്രൈം നമ്പേഴ്സ്, അത് 100 എന്നുള്ള നമ്പറിനല്ല പ്രാധാന്യം, ആദ്യത്തെ 100 പ്രൈം നമ്പേഴ്സിൽ തീർച്ചയായിട്ടും 2 ഉണ്ടായിരിക്കും, ഉറപ്പാണ്. പിന്നീടുള്ളതെല്ലാം ഓഡ് പ്രൈംസ് ആണ്, കാരണം 2 മാത്രമല്ലേ പ്രൈം ആവുള്ളൂ. അപ്പോൾ ഈ ഓഡ് പ്രൈം എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഓഡ് നമ്പറാണ്. അതിൻ്റെ ഫോം 2n + 1 ആണ്. ഇത്രയുള്ളതിൻ്റെ പ്രോഡക്റ്റ്, ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ളതിൻ്റെ പ്രോഡക്റ്റ്, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4x + 2 എന്നാണ്. 4x + 2 എന്നാണ്. ഈ 4n + 2 എന്നാണ്. ഇതാണ് ആ പ്രോഡക്റ്റിൻ്റെ ഫോം. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 4n + 2 എന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം റിമൈൻഡർ 2 ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, A and B are playing a game. ആ ഗെയിമിനൊരു പ്രത്യേകതയുണ്ട്. വിന്നറിന് 3 പോയിന്റ് കിട്ടും. ലോസറിന് 1 പോയിന്റ് കിട്ടും എന്നുള്ളതാണ്. അതായത് പോയിന്റ് നഷ്ടപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്. വിന്നറാണോ 3 പോയിന്റ് കിട്ടും, ലോസറാണോ 1 പോയിന്റ് കിട്ടും. അതാണ് ഒരു പ്രത്യേകതരം ഗെയിമാണത്. ചില കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. എയും ബിയും ആണ് ഗെയിം, പ്ലേയിങ് എ ഗെയിം. അപ്പോൾ വിന്നറിന് 3 പോയിന്റും ലോസറിന് 1 പോയിന്റും കിട്ടും. അപ്പോൾ എ വിൻസ് 6 ഗെയിംസ് എന്ന കാര്യത്തിൽ നിന്ന് ബി ലോസസ് 6 ഗെയിംസ്. എ 6 ഗെയിം ജയിച്ചെങ്കിൽ ബി ലോസസ് 6 ഗെയിംസ്. ബി ലോസസ് 6 ഗെയിംസ്. ബി ലോസസ് 6 ഗെയിംസ്. 6 ഗെയിംസ്. അതിൻ്റെ അർത്ഥം ബിക്ക് 6 പോയിന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 6 പോയിന്റ്
ആ തോൽവിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, നഷ്ടപ്പെടില്ല. ബിക്ക് 6 പോയിന്റ് തോൽവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിക്ക് കിട്ടിയേക്കണം 12 പോയിന്റ്, ഈ 18 ആകെ ബിയുടെ പോയിന്റ്, 6 തോൽവിയിൽ നിന്ന് കിട്ടിയേക്കുന്നതാണെങ്കിൽ ബാക്കി 12 ജയത്തിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്. ആ 12 ജയത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ 4 ജയിച്ചിരിക്കണം. അതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗെയിം ഈസ് 4 + 6 = 10 എന്നെഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് അടുത്ത ചോദ്യം. ഇതാണ് അടുത്ത ചോദ്യം. 2 സിലിണ്ടറുകളുണ്ട്, ഒരേപോലുള്ള 2 സിലിണ്ടറുകൾ. ആ സിലിണ്ടറുകൾ പാത്രങ്ങളാണ്. ഓരോന്നിൻ്റെ വോളിയം 100 ക്യൂബിക് യൂണിറ്റ് ആണ്. ഓരോ ചെറിയ പാത്രത്തിൻ്റെയും വോളിയം 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അരികിലിങ്ങനെ കട്ട് ചെയ്ത്, രണ്ടിൻ്റെ അരികിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് വെച്ച് വലുതാക്കിയാൽ ഇതിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് ഒട്ടും കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. പെരിമീറ്റർ ഡബിൾ ആവുന്നു. ഇതിൻ്റെ പെരിമീറ്ററും ആദ്യത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും പെരിമീറ്ററുകൾ ചേർന്നാണ് വലുതിൻ്റെ പെരിമീറ്റർ. പെരിമീറ്റർ ഡബിൾസ്, റേഡിയസ് ഓൾസോ ഡബിൾ. റേഡിയസ് ഡബിൾ ആയാൽ തീർച്ചയായിട്ടും വോളിയം 2 സ്ക്വയർ, അതായത് ഡബിൾ ആകുന്നതിൻ്റെ സ്ക്വയർ 4 ടൈംസ് ആവുന്നു. അത് ആദ്യത്തേത് 100 ആണെങ്കിൽ രണ്ടാമത്തത് 400 മാറും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇക്വേഷൻസ് ബിലോ? 3 pairs of equations are given below. Which of the following has a unique solution? അതൊന്ന് അതിൻ്റെ തിയറി ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ഓർത്തിരിക്കേണ്ടത്, മനസ്സിലാക്കാൻ നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്ന് റിക്കോൾ ചെയ്യണം. അതായത് A1x + B1y + C1 = 0 ഒരു ഇക്വേഷൻ, A2x + B2y + C2 = 0 അടുത്തൊരു ഇക്വേഷൻ. അപ്പോൾ 3 തരത്തിലുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. അതായത് ഈ 2 ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ലൈൻ ആകാം, പിന്നെ പാരലൽ ലൈൻസ് ആകാം, പിന്നെ എന്താണ് അത് ചേർന്നിരിക്കുന്ന ലൈനാകാം. അതായത് ഒരു ലൈനിൻ്റെ മുകളിലൂടെ ആയിരിക്കും അടുത്ത ലൈൻ പോകുന്നത്. അവിടെയും സൊല്യൂഷൻ ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണുള്ളത്. യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു ലൈനെ ക്രോസ് ചെയ്ത് പോകണം. ഒരു ലൈനിനോട് ചേർന്നാണ് അടുത്ത ലൈൻ ഇരിക്കുന്നതെങ്കിൽ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. രണ്ടും കൺസിസ്റ്റൻ്റ് ആണ്, 2 കേസുകളും. അതായത് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായാലും ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടായാലും കൺസിസ്റ്റൻ്റ് ആണ്. എന്നാൽ പാരലൽ ആണെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ആ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി. എപ്പോഴാണോ സൊല്യൂഷൻ ഇല്ലാതാകുന്നത് അവിടെ ഇൻകൺസിസ്റ്റൻറ്റും, എപ്പോഴാണോ സൊല്യൂഷൻ ഉണ്ടാവുന്നത് അത് കൺസിസ്റ്റൻറ്റുമാണ്. ഈ ഇൻകൺസിസ്റ്റൻസിയുടെ കണ്ടീഷൻ A1/B1 = ഇവിടെ A1 B1 C1, A2 B2 C2. അപ്പൊ A1/A2 = B1/B2 = C1/C2 ആണെങ്കിൽ ലൈൻസ് പാരലൽ ആണ്. ഓക്കെ, ലൈൻസ് പാരലൽ ആണ്. ഇനി പാരലൽ അല്ല, ലൈൻസ് എന്താണ്? ചേർന്നിരിക്കുന്ന ലൈൻസാണ്. ഓക്കെ, അതായത് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ അത്. അതായത് 2x + 3y = 4, 2x + 3y, 2x + 3y +4 = 0 ഒരു ലൈനാണ്. 4x + 6y + 8 = 0. ഗ്രാഫ് വരച്ച ഒന്നിൻ്റെ മുകളിലൂടെ ആയിരിക്കും അടുത്തത് പോകുന്നത്. ഓക്കെ, പക്ഷെ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഈ A1/B1, A1/A2 ≠ B1/B2 ഈ കണ്ടീഷനാണ് വരേണ്ടത്. പാരലൽ ആണെങ്കിൽ ഇവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. നമ്മൾ ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ ആ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് സൊല്യൂഷൻ ഏതായിരിക്കും? A1/B2
ഈ A1/A2 ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ബൈ ഇതിൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് A1/A2 ഈസ് നോട്ട് ഈക്വൽ ടു B1/B2 ഇതാവുമ്പോഴാണ് ഒരു സൊല്യൂഷൻ മാത്രം വരുന്നത്, ഇൻ്റർസെക്റ്റിംഗ് ലൈനായിട്ട് വരുന്നത്. അതൊന്ന് ഇവിടെ നോക്കിയാൽ മതി. 5/9 4/4. അപ്പോൾ ഈ 2 എന്ന് പറയുന്നതാണ് ആ യുണീക്ക് സൊല്യൂഷൻ. ആ വാക്കാണത്. ആസ് എ യുണീക്ക് സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ മാത്രമുള്ളതിൻ്റെ ആൻസർ അതാണത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ചോദ്യമാണത്. 9ാം ക്ലാസ്സിലെ സിമിലാരിറ്റിയും ആയിട്ട് ബന്ധമുള്ളൊരു ചോദ്യമാണ്. അതായത് റെക്റ്റാങ്കിളിൻ്റെ 1ഉം 2ഉം ആണ് സൈഡ്സ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ ഇവിടെ 90 ഡിഗ്രിയാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ ദാറ്റ് ഈസ് √5. ഓക്കെ, ഇതിൻ്റെ ഈ റൈറ്റ് ട്രയാങ്കിൾ ഡയഗണൽ 1 ആണ്. ഈ ട്രയാങ്കിളും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളും സിമിലറാണ്. ആംഗിൾസ് ഒന്ന് നോക്കിയാൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 - x, ഇത് എക്സ്, ഇത് 90 - x, കറക്റ്റാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് റേഷ്യോ, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ചേഞ്ചസ് ഇൻ ദ സെയിം സ്കെയിൽ ആസ് ദ സ്ക്വയർ ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ. ഇതിൻ്റെ ഏരിയ ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണ്. ബൈ ഇതിൻ്റെ ഏരിയ സേ ഇറ്റ് ഈസ് A എന്നെടുക്കാം, ഇസ് ഈക്വൽ ടു ഇതിൻ്റെ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √5 ആണ് ഇതിൻ്റെ സ്ക്വയർ 5. ഇതിൻ്റെ 90ക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് 1. അങ്ങനെയാണെങ്കിൽ A ഇസ് ഈക്വൽ ടു 1/5. അങ്ങനെ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്ദി.